സവാള ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ നിന്നാങ്ങനെ സാർ ഇരുന്നാട്ടെ. താഴെ നിലവാരം വരെ പരിശോധിച്ചപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. ഇനിയിപ്പോ കൂടുതൽ വിസ്തരിച്ച് എന്നെ കേൾപ്പിക്കണ്ട, എനിക്കറിയാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് എന്നെ കണ്ടത് RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഭയങ്കരം തന്നെ. ശ്രീജിത്ത് പണിക്കർ, ഈ പാർട്ടിക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി MV ഗോവിന്ദൻ എന്തും പറയാം. പക്ഷേ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ ഇവരൊക്കെ ഒരു കാലത്ത് പറഞ്ഞതിന്റെ നേർസാക്ഷ്യത്തിന്റെ ഒരു ചെറിയ പങ്കാണ് നമ്മൾ ഈ കാണുന്നത്. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാട്ടണത്? സത്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് വിശദീകരിച്ചുകൊണ്ട് ചില വിഷയങ്ങളിലെങ്കിലും ഗോവിന്ദ മാഷ് ലേലുവല്ലു പറഞ്ഞു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കാതലായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ നല്ല മെയ്വഴക്കമുള്ള നിത്യാഭ്യാസിയായ ഒരു സർക്കസുകാരനെ പോലെ അദ്ദേഹം ആ വിഷയങ്ങളിലെ എല്ലാം കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് വളയമില്ലാതെ ചാടി രക്ഷപ്പെടുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു ഓവറാർച്ചിങ് ക്യാപ്സൂൾ ഉണ്ടായിരുന്നു. ഭരണം നന്നായിരുന്നു, പക്ഷേ പല മേഖലകളിലും ആൾക്കാർക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഓപ്പറേഷൻ വിജയിച്ചു പക്ഷേ രോഗി മരിച്ചു എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഓവറാർച്ചിങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്തല്ലേ അദ്ദേഹം ആ കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ വിഷയം ഉൾപ്പെടെ ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം അഡ്രസ് ചെയ്തിട്ടേ ഇല്ല എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇതെന്ത് പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പറയുന്നതിന്റെ വീഴ്ച എന്നത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ശരിയായില്ല. സത്യത്തിൽ അയ്യപ്പ സംഗമം വിമർശിക്കപ്പെട്ടത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശത്തിന്റെ പേരിലായിരുന്നോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ മാത്രമായിരുന്നോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സമസ്ത ഹിന്ദു സമുദായ നേതാക്കളെയും പിണറായിക്കൊപ്പം ഒരേ വേദിയിൽ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിനെ കരുവാക്കി എന്നുള്ള രാഷ്ട്രീയ ലാക്കാണെന്ന് പരക്കെ വിമർശിക്കപ്പെട്ടത്. ആ സംഗമത്തിലെ സാമ്പത്തിക തട്ടിപ്പാണ് അതിൽ കാര്യമായിട്ട് വിമർശിക്കപ്പെട്ടത്. ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ദേവസ്വം ഫണ്ട് സൈഫൺ ഓഫ് ചെയ്തു എന്നുള്ളതായിരുന്നു അതിൽ വിമർശിക്കപ്പെട്ടത്. അതിന്റെ സൈഡിൽ യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഉണ്ടായിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിലെ സത്യസന്ധത എത്രത്തോളമാണ്? ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മറ്റു മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നതെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്റെ പേര് PS പ്രശാന്ത് എന്നാണ്. അദ്ദേഹം അല്ല ഈ കത്തയച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പല സംസ്ഥാനങ്ങളിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അവിടെയുള്ള മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാൻ പോയത് ആരാണ്? മന്ത്രി വാസവനാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കത്തയക്കുന്നത്, ആൾക്കാരെ പോയി ക്ഷണിക്കുന്നത്, അവരുടെ സന്ദേശം വരുന്നത്, ആ സന്ദേശം അഡ്രസ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? ശ്രീ VN വാസവൻ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ആ സന്ദേശം ഇങ്ങോട്ട് അഡ്രസ് ചെയ്യുന്നത്. അതിൽ വേറെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന് ഒരു കോപ്പി പോലുമില്ല. ആ സന്ദേശം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമായിട്ടാണ്. ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മെസ്സേജാണ്. ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ സംഗമത്തിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ടുള്ള മനോഹരമായ സന്ദേശമാണ് അയച്ചു തന്നിരിക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി തീരുമാനമെടുത്തിട്ട് അതവിടെ വായിക്കാം എന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്ന ചടങ്ങിൽ വെച്ച് അത് വായിച്ചതിന് ശേഷം ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ പറയുന്നത് അത് വലിയ പ്രശ്നമായി പോയി എന്ന്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കൃത്യമായിട്ടൊന്ന് വായിക്കുന്നതിന് മറ്റൊരു രാഷ്ട്രീയ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ തന്നെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചിരുന്നു. കേരള BJP അതിനെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നതാണ്. അപ്പൊ നീയൊന്നും വന്നില്ലെങ്കിൽ സാരമില്ലടാ, നിന്റെയൊക്കെ വലിയ നേതാവ് ഇതിനോടൊപ്പമാണ് എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഇതിനെ ആ സമയത്ത് വായിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ അതന്നെ നേരം വായിക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അപ്പൊ അത് തിരുത്തണമായിരുന്നുവെങ്കിൽ എത്രയോ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും തിരുത്താതെ അതിനെ ന്യായീകരിച്ച് ആവർത്തിച്ച് ന്യായീകരിച്ച് ആ വകുപ്പ് മന്ത്രി വരെ ഇവിടെ നിന്നു. എന്നിട്ട് അവസാനം ഈ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവരാരും തന്നെ അറിഞ്ഞില്ല. ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നൊക്കെ പിന്നീട് പല കാര്യത്തിനും ന്യായീകരിക്കേണ്ടി വന്നുവെങ്കിൽ അന്ന് എല്ലാ കാര്യവും
അടിമുടി നടത്തിയിരുന്നത് സർക്കാരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും രൂക്ഷമായ പ്രചരണമായി LDF-നെതിരെ ഉന്നയിച്ചത്. അദ്ദേഹം ജയിലിലാണ്ടായിരുന്നത് നടപടിയെടുത്തല്ലോ. ജയിലിൽ നിന്ന് വന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് പറക്കാൻ കഴിയുക. അപ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥാനത്തു നിന്നും ഒഴിവാക്കി, മാറ്റി നിർത്തി. എല്ലാവരെയും അവരെല്ലാം മാറ്റി നിർത്തിയെങ്കിലും ഈ പ്രചരണത്തിന് നല്ലപോലെ ജനസമൂഹത്തിൽ സ്വാധീനം കിട്ടി. ഏത് അപ്പോൾ നടപടിയെടുത്തില്ല. അപ്പോഴും നടപടിയെടുത്തില്ല എന്ന ആ കാര്യം ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് അംഗീകരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി ഇതേ കാര്യത്തിൽ: ഞങ്ങൾ നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പുറത്തു വരണം. ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത് ഒരു വ്യക്തതയുമില്ല. രണ്ട് തരത്തിലാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധം, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ട്, അങ്ങനെ ഒരു കൊള്ള നടക്കുന്ന സന്ദർഭത്തിൽ ഭരണാധികാരി എന്ന രീതിയിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കില്ല. ഈ രണ്ടിൽ ഏതാണ് എന്ന് വ്യക്തമാവണം. അല്ലാതെ നടപടിയെടുത്തിട്ട് ആ കൊള്ള നടത്താൻ കൂട്ടുനിന്ന CPIM നേതാവിനെ പുറത്താക്കി എന്നുള്ള വാർത്ത ഇന്നുള്ള വാർത്തയേക്കാൾ അപകടകരമായ വാർത്തയായിരിക്കും. അതുകൊണ്ട് അതിൽ ഞങ്ങൾ കൃത്യമായ നിലപാട് ചെയ്യുകയുള്ളൂ. അത് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നടപടി എടുക്കാതിരിക്കുന്നതിന്റെ ആ ഒരു ചങ്കൂറ്റമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് മാത്രമല്ല, ഈ ഘട്ടത്തിൽ നടപടിയെടുത്ത സ്വർണ്ണക്കൊള്ളയിൽ ഒരു CPI നേതാവിനെ പുറത്താക്കിയിരിക്കുന്നു, നിങ്ങൾ വാർത്ത കൊടുത്ത് ആഘോഷിച്ചാൽ ഇതിലും ദോഷമാണ് എന്ന് പോലും പറയാനുള്ള മടി, ഞാൻ ആ മറ്റേ വാക്ക് ഉപയോഗിക്കുന്നില്ല, മടി കാണിക്കാതിരുന്ന MV ഗോവിന്ദൻ ഇന്ന് പറയാണ് ഞങ്ങളെല്ലാം നടപടിയെടുത്തല്ലോ, പൂർണ്ണമായും മാറ്റി നിർത്തിയല്ലോ. പക്ഷേ വേണ്ടത്ര ഗൗരവത്തിൽ നടപടിയെടുത്തില്ല എന്നുള്ള തോന്നൽ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടുണ്ടായ പ്രശ്നമാണെന്നാണ്. ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വലിയ പാർട്ടി അണികൾക്കിടയിൽ പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളിലും ഇത്ര ശക്തമായ വിമർശനം ഉണ്ടായിട്ട് അദ്ദേഹം ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. സത്യസന്ധത എന്ന് പറഞ്ഞ അടുത്തൂടി പോയിട്ടില്ലാത്ത ഒരാളെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. നമുക്കറിയാം, ഈ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് താനാണ് എന്ന് തെളിയിച്ച ശ്രീ കുഞ്ഞികൃഷ്ണൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച സമയത്ത് അദ്ദേഹത്തിനെ എങ്ങനെ അവമതിപ്പോടുകൂടി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ MV ഗോവിന്ദൻ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടെ പ്രവർത്തിച്ച് അവരുടെ കോടാലിക്കൈകളായി നിലകൊണ്ട ആളുകൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് എറിയപ്പെടുന്നത്. കുഞ്ഞികൃഷ്ണന്റെ അനുഭവം അതാകുമെന്നാണ്. ഇപ്പൊ ആ ചവറ്റുകൊട്ട തപ്പിക്കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന CPM ആണ്. ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ധൻരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്തു വിടേണ്ടതല്ല എന്ന പൂമര പ്രസംഗം നടത്തിയ M സ്വരാജിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടി എവിടെയാണ്? അവരൊക്കെ വലിയ ആധിപത്യത്തോടു കൂടി ഇരുന്നിരുന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പൊ എവിടെയാണ്? വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായിട്ട് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന സമയത്തും അതിനെ വിമർശിച്ചില്ല എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നടന്നു എന്നുള്ളതായിരുന്നില്ലേ പ്രശ്നം? അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ആശയങ്ങളുടെയും എംബോഡിമെന്റ് ആണ് എന്ന തരത്തിൽ നമുക്കൊരു നാരായണ ഗുരു മാത്രമല്ല ഒരു നടേശ ഗുരു കൂടി ഇരിക്കട്ടെ എന്ന മട്ടിൽ അദ്ദേഹത്തിനെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിച്ചു. അത് ആ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പിന്നല്ലേ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അതിനെ സമ്മതിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ ഒരു അവബോധം ആൾക്കാരിൽ തെറ്റായിട്ടുണ്ടായി. അതേപോലെ മറ്റേതൊരു പൊതുബോധം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ പത്മകുമാറിന്റെ കാര്യത്തിൽ. സത്യത്തിൽ പത്മകുമാറിനെ ആൾക്കാർ വിമർശിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇവരുടെ കാതലായിട്ടുള്ള, ഇവരുടെ പൊളിറ്റിക്കൽ നോമിനികളായിട്ടുള്ള പത്മകുമാറും വാസുവും വിജയകുമാറും ശങ്കർദാസും അടക്കമുള്ള ആൾക്കാരെല്ലാവരും ഇതിൽ പ്രതികളായി എന്നുള്ളതായിരുന്നില്ല അന്നത്തെ കാതലായിട്ടുള്ള വിഷയം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവർക്കെതിരെ കൃത്യമായിട്ടുള്ള എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നില്ലേ വിഷയം. ഇതിൽ പല ആൾക്കാർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാലത്തോളം, ഈ സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മർ എന്നൊക്കെ പറയുന്നത് പോലെ, അവർക്ക് ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം ചികിത്സയിലിരിക്കാം, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കില്ല എന്ന രീതിയിലത്തേക്ക് പോലീസിനെ വളരെ ലീനിയന്റ് ആയിട്ട് അഴിച്ചുവിട്ടു എന്നുള്ളതായിരുന്നില്ലേ പ്രശ്നം. വ്യക്തിപരമായി ഞങ്ങൾ രണ്ടുപേരും സേഫ് ആണെന്ന് പറയാതെ പറയുമ്പോൾ ആരാണ് ഇതിനൊക്കെ കാരണഭൂതരെന്നുള്ളത് ആ പാർട്ടിയിലെ അണികൾക്ക് വ്യക്തതയുണ്ട്, നേതൃത്വത്തിന് ഇല്ലെങ്കിൽ പോലും. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്.